السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അൽ അർബഊൻ അന്നവവിയ്യ എന്ന ഇമാം നവവി റഹിമഹുള്ളയുടെ വളരെ പ്രസിദ്ധമായ 40 ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ഒന്നാമത്തെ ഹദീസ് പൂർത്തിയാക്കി, രണ്ടാമത്തെ ഹദീസ് അത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു, വളരെ പ്രധാനപ്പെട്ട ദീനിൻ്റെ ഒരുപാട് അടിസ്ഥാന പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാരിൽ ചിലർ ഉമ്മുസുന്ന, ഹദീസുകളുടെ മാതാവ് എന്നുവരെ വിളിക്കാൻ യോഗ്യതയുള്ള ഹദീസാണ്, അത്രയും പാഠങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. ആ ഹദീസിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യരൂപത്തിൽ വരികയും അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് 5 ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം നാം കേട്ടതുപോലെ ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 ഈമാൻ കാര്യങ്ങൾ പറയുകയാണ്. അതിലൊന്നാമത്തേത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈമാൻ എന്നാൽ അൻ തുഅ്മിന ബില്ലാഹ് വ മലായികതിഹി, അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം. കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞത് മലക്കുകളിലുള്ള വിശ്വാസമാണ്. അപ്പം നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ വിശ്വാസത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആരാണ് മലക്കുകൾ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം? ഇതുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ വിവരണമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. മലക്ക് എന്ന് പറയുന്ന വാക്ക് സഹോദരങ്ങൾ, അത് ഖുവ്വത്തിനൊക്കെ അറിയിക്കുന്ന വാക്കാണ്, ശക്തി എന്നുള്ള വാക്കാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ വളരെയധികം ശക്തിയുള്ള ആളുകളാണ്, എല്ലാത്തിനും പോകുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ ദൗത്യനിർവഹണം, റിസാല എന്ന അർത്ഥവും ഈ മലക്കെന്ന് പറയുന്ന വാക്കിനുണ്ട് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ അത്ഭുതകരമായ പടപ്പ് ഈ മലക്കുകൾക്ക് നൽകിയിട്ടുണ്ട്, വലിയ ശക്തി ഈ മലക്കുകൾക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല അവൻ്റെ അമ്പിയാക്കൾക്ക് വഹി നൽകാൻ മലക്കിനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ മലക്കുകൾ അങ്ങേയറ്റം ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സദാ ആരാധിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന പടപ്പുകളാണ്. അള്ളാഹുവിനെ അവർ ധിക്കരിക്കുകയില്ല. അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് അതുപോലെ പ്രവർത്തിക്കുന്ന, ഒരു ധിക്കാരം പോലും അള്ളാഹു തആലയോട് നടത്താത്തവരാണ് മലക്കുകൾ എന്ന് പറയുന്നത്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിൽ നിന്നാണ് പടച്ചത് എന്ന് കാണാൻ സാധിക്കും. മനുഷ്യനെ മണ്ണിൽ നിന്നാണ് പടച്ചതെങ്കിൽ മലക്കുകളെ പ്രകാശത്തിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജിന്നുകളെ തീജ്വാലയിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അവർ പ്രകാശത്തിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്. അവരുടെ വാസസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആകാശലോകത്താണ്. അവിടെയാണ് മലക്കുകളുടെ വാസസ്ഥലം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ കൽപ്പനകൾ അത് നിർവഹിക്കുന്നതിന് വേണ്ടി അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നവരാണ്. എന്തിനധികം അള്ളാഹു തആലയെക്കുറിച്ച് സംസാരിക്കുന്ന ഇത്തരം മജ്ലിസുകളിൽ മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ആ മജ്ലിസിലിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അല്ലാഹു മഗ്ഫിർ ലഹു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ള വലിയ ഫദ്ൽ നമുക്കെല്ലാം നസീബാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ മലക്കുകളുടെ പടപ്പ് നാം പറഞ്ഞു, വലിയ അത്ഭുതകരമായ പടപ്പാണ്. അതിന് ചിറകുകളുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. ആ മലക്കുകളിൽ ചിലർക്ക് 2 ചിറകുകളുള്ളവരുണ്ട്, 3 ചിറകുകളുള്ള മലക്കുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 600 ചിറകുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അതിൻ്റെ തനതായ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. മക്കയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ മിഅ്റാജിൻ്റെ രാവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിൻ്റെ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ വലിപ്പം അവിടുന്ന് അറിയിച്ചത്? ചക്രവാളം നിറയാണ്. നമുക്ക് പിന്നീട് അപ്പുറത്തേക്ക് മറ്റൊന്നും കാണാൻ സാധിക്കുകയില്ല, അത്രയും വലുതാണ് എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ മലക്കുകളെക്കുറിച്ച് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക 4 കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, മലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം മലക്കുകൾ നമ്മൾ കാണുന്നില്ല. മലക്കുകളെ നമുക്ക് കാണുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായിട്ടാണ് മലക്കുകൾ ഉള്ളത്. അവരുടെ സാന്നിധ്യം ഉണ്ടാകുമെങ്കിലും നമുക്കത് തൊട്ടറിയാൻ സാധിക്കുന്ന, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് മലക്കുകൾ ഉണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നതിനാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതിനാൽ നാം കാണുന്നത് പോലെ തന്നെ വിശ്വസിക്കും. അതിൽ യാതൊരു സംശയവും നമുക്കില്ല. നാം കാണുന്നത് പോലെ തന്നെ വിശ്വസിക്കും. മലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ മലക്കുകളിൽ ചിലരുടെ പേര് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ അതുപോലെ നമ്മൾ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആരാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം? വഹിയുമായി പ്രവാചകന്മാരുടെ അടുക്കലേക്ക് വരുന്ന ആളാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ഹദീസിലും മനുഷ്യരൂപത്തിൽ വന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മീകായിലുണ്ട്, ഇസ്രാഫീലുണ്ട്, മലക്കുൽ മൗത്തുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള മലക്കുകൾക്ക് ആ പേരുകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇനി പേര് അറിയിച്ചു തരാത്ത മലക്കുകളോ? ധാരാളക്കണക്കിനാണ് മലക്കുകളുള്ളത്. അതാണ് സഹോദരങ്ങൾ മൂന്നാമത്തെ കാര്യം. മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയുകയില്ല. അത്രയും അധികമാണ്. ആകാശലോകത്ത് കഅബയുടെ നേർമുകളിലായി 7-ാം ആകാശത്തിൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ഒരു മസ്ജിദുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ബൈത്തുൽ മഅ്മൂർ ഉണ്ട്. അതെങ്ങാനും താഴെ വീഴുമായിരുന്നെങ്കിൽ കഅബയുടെ മേൽ പതിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ മക്കയിലെ കഅബക്ക് നേരെ മുകളിലാണ് എന്നർത്ഥം. ആ ബൈത്തുൽ മഅ്മൂറിൽ ഒരു ദിവസം 70,000 മലക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി റുക്കൂയിലും സുജൂദിലുമായി ഉണ്ടാകുമെന്നാണ്. അത്രയും അവർ വരും. അവിടെ ആകാശലോകത്ത് 2 വിരലുകൾ വെക്കാൻ സ്ഥലമില്ല. അവിടെ ഒരു മലക്ക് സുജൂദിലോ റുക്കൂയിലോ ആയി ആ മലക്ക് അവിടെ ഇല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 70,000 മലക്ക് ഒരു ദിവസം വരും. എന്നിട്ടോ ആ മലക്കുകൾ പിന്നീട് ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് തിരിച്ചു പ്രവേശിക്കുകയില്ല. ഓരോ ദിവസവും 70,000. അപ്പോൾ എത്ര വലുതായിരിക്കും? വമാ യഅലമു ജുനൂദ റബ്ബുക ഇല്ലാഹു. അള്ളാഹുവിൻ്റെ സൈന്യത്തെക്കുറിച്ച് അവനല്ലാതെ അതിൻ്റെ എണ്ണം അറിയുകയില്ല എന്നാണ്. അപ്പോൾ അത് നമ്മൾ അതുപോലെ തന്നെ വിശ്വസിക്കുക. എണ്ണം അത്രയുമുണ്ട്. ഇനി ആ മലക്കുകളിൽ ചിലരുടെ അമല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ജിബ്രീലിന് വഹയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ മലക്കുൽ മൗത്തിന് നമ്മുടെ റൂഹ് പിടിക്കുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എങ്കിൽ ഇസ്രാഫീലിന് കാഹളത്തിൽ ഊതുക. അങ്ങനെ ഓരോ മലക്കിനും അങ്ങനെ പേരുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പേരുകൾ പറഞ്ഞു തന്നിട്ടുള്ള മലക്കുകൾക്ക് ഇന്ന അമലുകളുണ്ട്, അറിയപ്പെട്ട അമലുകൾ. അത് നമ്മൾ വിശ്വസിക്കുക. അപ്പം നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ അത് അതുപോലെ വിശ്വസിക്കുക. അറിയിച്ചു തരാത്ത കാര്യങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഉണ്ട് എന്ന് പൊതുവായുള്ള വിശ്വാസവും നമുക്കുണ്ടായാൽ മലക്കുകളുടെ വിശ്വാസം സഹോദരങ്ങളെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വകുതുബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വേദഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ കിതാബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥമാണ്. അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് ജനങ്ങൾക്ക് മാർഗദൃഷ്ടിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം വഹിയായി നൽകിയിട്ടുണ്ട്. അതിനാണ് കിതാബ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സംസാരമാണത്. അതിൽ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുദയാണ്, സന്മാർഗമാണ്, പ്രകാശമാണ്, ഇരുട്ടിൽ നിന്നുള്ള മോചനമാണത്. അതിൽ മുഴുവൻ തൗഹീദാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് അറിയിക്കുന്ന വാക്യങ്ങളാണ്, അവൻ്റെ സംസാരങ്ങളാണ്. അതിൽ ഖൈറല്ലാതെ മറ്റൊന്നുമില്ല. അള്ളാഹുവിൻ്റെ കിതാബിൽ നന്മയല്ലാതെ മറ്റൊന്നുമില്ല. അത് മനുഷ്യലോകത്തിന് മുഴുവൻ നന്മ തന്നെയാണ്, നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. അങ്ങനെ മുഴുവൻ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പൊതുവായി പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ വിശ്വസിക്കും. അത് ധാരാളക്കണക്കിന് എത്ര വേദഗ്രന്ഥങ്ങളുണ്ട് എന്ന് നമുക്കറിയുകയില്ല. എത്ര വേദഗ്രന്ഥങ്ങളുണ്ട് എന്ന് നമുക്കറിയുകയില്ല. എന്നാൽ നമുക്ക് അറിയിച്ചു തന്ന വേദഗ്രന്ഥങ്ങളുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്തുണ്ട്, അത് നമ്മളതുപോലെ വിശ്വസിക്കണം. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചീലുണ്ട്, അത് അതുപോലെ നമ്മൾ വിശ്വസിക്കണം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സബൂറുണ്ട്, അത് അതുപോലെ നമ്മൾ വിശ്വസിക്കണം. ഇനി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനും സുഹുഫുണ്ട്, ഒരു പേര് പറയാതെ ഏടുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൂറത്തുൽ അലയിൽ സുഹുഫ് ഇബ്രാഹിം ഔ മൂസ എന്ന് പാരായണം ചെയ്യുന്നുണ്ടല്ലോ.
അപ്പം അതും അതുപോലെ ഉണ്ടെന്ന് വിശ്വസിക്കുക. പിന്നീട് നമ്മുടെ കിതാബ് അൽ ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വേദഗ്രന്ഥം. ഇനി പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, അതിൻ്റെ അർത്ഥം അതനുസരിച്ച് അമല് ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് അത് അള്ളാഹുവിൻ്റെ വഹിയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മൾ വിശ്വസിക്കുക. ഇഞ്ചിൽ മുഴുവനും അള്ളാഹുവിൻ്റെ കലാമാണ്. പക്ഷെ ഇന്നത്തെ ബൈബിൾ അങ്ങനെയല്ല. കാരണം അതിൽ കൈ കടത്തലുകൾ നടന്നിട്ടുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ അതിൽ പുരോഹിതവർഗം കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചീലിനെ കുറിച്ചാണ് പറയുന്നത്, ബൈബിളിനെ കുറിച്ചല്ല. തൗറാത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, പഴയ നിയമത്തെക്കുറിച്ചല്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ വിശ്വസിക്കുക. ഖുർആനോടുകൂടി പൂർവ്വ വേദഗ്രന്ഥങ്ങളുടെ നിയമങ്ങളെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്ഖ് ചെയ്തു. അതിൻ്റെ നിയമങ്ങൾ ഇനി പ്രാബല്യത്തിലില്ല. ഇനി അവസാന കാലഘട്ടത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് വരുന്നതാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് ഭരണം നടത്തുന്നതാണ്. അന്ന് അദ്ദേഹം ഭരിക്കുക ഖുർആൻ കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ശരീഅത്ത് കൊണ്ടല്ല. കാരണം അതെല്ലാം അല്ലാഹു തആല നസ്ഖ് ചെയ്തു, അതിനെ ദുർബലപ്പെടുത്തി. അതിൻ്റെ നിയമങ്ങൾ ഇനിയില്ല, അതനുസരിച്ച് ആരും പ്രവർത്തിക്കേണ്ടതില്ല. അത് അള്ളാഹു അതാത് കാലഘട്ടത്തിലേക്ക് ഉദ്ദേശിച്ചതാണ്. എന്നൊന്നും ബാക്കിയാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു എന്നെന്നും ബാക്കിയാക്കാൻ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ഒരു പുരോഹിതനും തൊടാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ അള്ളാഹു തആല അത് അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവർക്ക് പരീക്ഷണമായിക്കൊണ്ട് അതാത് കാലഘട്ടത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ് ആ ഗ്രന്ഥങ്ങൾ. എന്നാൽ ഖുർആൻ അത് അള്ളാഹു തആലയുടെ വെല്ലുവിളിയാണ്. അതൊരാൾക്കും നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ബാക്കിയുണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതിലൊരു കൈകടത്തലുകളും നടത്താൻ സാധിക്കുകയില്ല. അല്ലെ, ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ഹഫിൻ്റെ കോപ്പി എടുത്തിട്ട് കടലിൽ കൊണ്ട് നിക്ഷേപിക്കുകയോ കത്തിച്ചു കളയുകയോ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഖുർആൻ ഇവിടുന്ന് ഇല്ലാതായി തീരുമോ? നിമിഷങ്ങൾക്കകം ആളുകൾ എഴുതി തുടങ്ങും. കാരണം ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം അവർ ഹിഫ്ളാക്കിയിട്ടുണ്ട്, മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അത് സംഭവിക്കുന്ന കാര്യമേ അല്ല. ഒരാൾക്കും അതിന് സാധിക്കുകയില്ല. നിമിഷ നേരങ്ങൾ കൊണ്ട് ആളുകൾ എഴുതി തുടങ്ങും. അങ്ങനെ എഴുതാൻ സാധിക്കുന്ന, അതിൻ്റെ വള്ളി പുള്ളി വിടാതെ, ഒരു ഹർഫ് പോലും തെറ്റാതെ, ഒരു ഹറക്കത്ത് പോലും തെറ്റാതെ കൃത്യമായി സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ എഴുതാൻ സാധിക്കുന്ന ലക്ഷങ്ങൾ ലോകത്തുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധരായ ആളുകൾ വരെയുണ്ട്. അല്ലാഹു തആല അത് സംരക്ഷിച്ചിരിക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ആ ഖുർആനിനോടുള്ള ബാധ്യത അത് പഠിക്കുക, അത് അമലാക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇതാണ് കുത്തുബുമായി ബന്ധപ്പെട്ട്, വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു അർബഉൻ നവവിയിലെ വലിയ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് കൊണ്ടെല്ലാം വളരെ ചുരുങ്ങിയ രൂപത്തിൽ മാത്രം വിശദീകരിച്ചു പോകുകയാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വറുസുലിഹി, അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ചിലരെ അള്ളാഹു തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ മനുഷ്യർ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റുസുലുകൾ മലക്കുകളല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൂതന്മാരായി ഇവിടെ പറയുന്നത് മനുഷ്യരിൽ നിന്നും അള്ളാഹു തആല തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. എന്നാൽ അവർ സാധാരണ മനുഷ്യരാണോ? അല്ല. അള്ളാഹു തആല അവർക്ക് റിസാലത്ത് കൊണ്ട് അള്ളാഹു അവരെ ആദരിച്ചിരിക്കുകയാണ്, ഷറഫാക്കിയിരിക്കുകയാണ്. റിസാലത്ത് കൊണ്ട് അവർ അമ്പിയാക്കളാണ്. അവർ പറയുന്ന വാക്കുകൾ സാധാരണ മനുഷ്യരെ പോലെ നമ്മൾ പരിഗണിക്കാൻ പാടില്ല. നമുക്ക് തോന്നുമ്പോൾ സ്വീകരിച്ച്, നമുക്ക് തോന്നാത്തത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നത് തള്ളിക്കളയുന്ന അങ്ങനെയുള്ള വാക്കുകളല്ല. അവർ അള്ളാഹു തആല പറയുന്ന വാക്കുകൾ അള്ളാഹു നൽകുന്ന വഹി അനുസരിച്ച് സംസാരിക്കുന്നവരാണ്. അവരുടെ ദേഹേച്ഛ പ്രകാരമൊന്നും അമ്പിയാക്കൾ സംസാരിക്കുകയില്ല. അതാണ് അമ്പിയാക്കളുടെ പ്രത്യേകത. അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്, ഒരിക്കലും കളവാക്കപ്പെടാൻ പാടില്ല. എന്നാൽ അവർ മനുഷ്യരാണ്. അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവർ ആരാധിക്കപ്പെടാൻ അർഹരായിട്ടുള്ളവരല്ല. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അവർക്ക് അള്ളാഹു തആല ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീൻ അത് പറയാൻ, ദീൻ ആളുകൾക്കിടയിൽ ദഅവത്ത് നടത്താൻ അള്ളാഹു അവരെ നിശ്ചയിച്ചിരിക്കുന്നു. മുഴുവൻ അമ്പിയാക്കളും അവരുടെ ദഅവത്ത് അവരുടെ ഉമ്മത്തിലേക്ക് കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. ആ കാര്യം സഹോദരങ്ങളെ നമ്മൾ അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ അമ്പിയാക്കളിൽ നമുക്ക് പേരറിയിച്ചു തന്നിട്ടുണ്ട്. 25ഓളം അമ്പിയാക്കളുടെ പേര് ഖുർആനിലുണ്ട്. അത് നമ്മളതുപോലെ ഉണ്ട് എന്ന് വിശ്വസിക്കുക. എന്നാൽ അതറിയാത്തതോ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ഉണ്ടാകാം. ചില ഹദീസുകൾ അതിൽ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അമ്പിയാക്കളുണ്ട്. എവിടെയൊക്കെ അമ്പിയാക്കളുണ്ട്? ഇന്ത്യയിൽ വന്നിട്ടുണ്ടാകാം, നമുക്കറിയുകയില്ല. ചില ആളുകളെപ്പോലെ, കാദിയാനികളെപ്പോലെ ഇവിടെയുള്ള പല അവതാര പുരുഷന്മാരും
അവർ നബിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കുന്നത് കാണാൻ സാധിക്കും. എന്ത് തെളിവാണ് അതിനുള്ളത്? യാതൊരു തെളിവുമില്ല. അവരുടെ ജീവചരിത്രം അവർ എഴുതി വെച്ചത് വായിച്ചു കഴിഞ്ഞാൽ ഒരു നബി പോയിട്ടൊരു സാലിഹാകാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ആളുകളെയാണ് അവർ നബിയാണെന്നൊക്കെ ഇത്തരത്തിൽ ആളുകൾ വാദിക്കുന്നത്. അതൊരിക്കലും ശരിയായ കാര്യമല്ല. അറിവില്ലാത്ത കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ വിഷയത്തിൽ നിന്നും സംസാരിക്കാൻ പാടില്ല. അള്ളാഹുവിന് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ അമ്പിയാക്കളെ കുറിച്ച് പറയപ്പെടുന്ന ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായി രേഖയുണ്ടെങ്കിലേ ആരാണ് എവിടെയാണ് വന്നതെന്നൊക്കെ നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ഇല്ലേ, നമുക്കത് കൃത്യമായി രേഖയുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതല്ല എങ്കിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അത് കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ പൊതുവായി വിശ്വസിച്ചാൽ മതി. അത്രേ അള്ളാഹു തആല നമുക്ക് ബാധ്യതയാക്കിയിട്ടുള്ളൂ. അമ്പിയാക്കൾ എല്ലാ ഭൂമിയിലും എത്തിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞല്ലോ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല. നാം ഇതാ എല്ലാ സമുദായത്തിലേക്കും റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാവരും എന്താ പറഞ്ഞത്? അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. വജ്തനിബു താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളെയും നിങ്ങൾ വെടിയണം. എല്ലാ അമ്പിയാക്കളും പറഞ്ഞതാണ്. അപ്പം എല്ലാ സമുദായത്തിലേക്കും അമ്പിയാക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈമാൻ കാര്യങ്ങളിൽ 5-ാമത്തെ കാര്യം വല്യൗമിൽ ആഖിർ, ആഖിറത്തിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്താണ് അന്ത്യദിനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ദിവസത്തിന് ശേഷം മറ്റൊരു ദിവസമില്ല. മനുഷ്യരാരും പിന്നീട് മരിക്കുന്നില്ല. ഖിയാമത്ത് നാളിൽ സഹോദരങ്ങളെ, ഒന്നുകിൽ മനുഷ്യർ സ്വർഗത്തിലേക്കാണ്, അല്ലെങ്കിൽ നരകത്തിലേക്കാണ്. പിന്നീട് അവിടെ മരണമെന്ന് പറയുന്ന ഒന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിനെ കൊണ്ടുവരികയും അതിനെ അറുത്ത് കളയുകയും ചെയ്യുമെന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നീട് മനുഷ്യർക്ക് മരണമില്ല. അത് അങ്ങനെ അനന്തമായി തുടരുകയാണ്. സ്വർഗത്തിലുള്ളവൻ ശാശ്വതനായി സ്വർഗത്തിലായിരിക്കും. നരകത്തിലുള്ളവർ അവർ ഷിർക്കിലാണെങ്കിൽ ശാശ്വതരായി നരകത്തിലേക്കായിരിക്കും. അതല്ലാത്തവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ ഒരു കണികയെങ്കിലും അവർക്ക് ബാക്കിയുണ്ടെങ്കിൽ അവരെ സ്വർഗത്തിലേക്ക് അള്ളാഹു തആല കൊണ്ടുവരും. പിന്നീട് അവർക്ക് മരണമില്ല, ശാശ്വതരാണ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ഓരോന്നും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. എവിടെയാണ് അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിറിൻ്റെ വിശ്വാസം ആരംഭിക്കുന്നത്? നാളെ പരലോകത്താണോ? അല്ല, ദുനിയാവിൽ തന്നെ ഉണ്ട്. ഖബർ മുതൽ അങ്ങോട്ട്, അതായത് ആഖിറത്ത് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് വകുല്ലു മാ ജാഅ ബഅദൽ മൗത്ത്, മരണശേഷം വരുന്ന മുഴുവൻ കാര്യങ്ങളെയും, മരണശേഷം വരുന്ന എല്ലാ കാര്യങ്ങളും അത് ആഖിറത്താണ്. അതുകൊണ്ട് തന്നെ ഖബറുമായി ബന്ധപ്പെട്ട വിശ്വാസം അത് ആഖിറത്തുള്ള വിശ്വാസമാണ്. ഖബറുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് തുടങ്ങുന്ന വിശ്വാസം ആഖിറത്തുള്ള വിശ്വാസമാണ്. അപ്പോൾ ഖബറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖബർ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അവൻ്റെ അടിമകളെ പരീക്ഷിക്കുന്നതാണ്. ഖബർ രണ്ടാലൊരിടമായിരിക്കും. ഒന്നുകിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽപ്പെട്ടൊരു പൂന്തോപ്പായിരിക്കും. സ്വർഗീയ അനുഭവങ്ങൾ ഖബറിൽ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നരകത്തിലെ കുഴികളിൽപ്പെട്ടൊരു കുഴിയായിരിക്കും. നരകത്തിലെ കുഴികളിൽപ്പെട്ട ഒരു കുഴിയായിരിക്കും. നരകത്തിലുണ്ടാകുന്ന ശിക്ഷയുടെ ഒരു അംശം ആ ഖബറുകളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ സ്വർഗീയ അനുഭവം അവിടെ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ നരകതുല്യമായ ജീവിതമായിരിക്കും ഈ ഖബറിൽ ഉണ്ടാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് അറിയിച്ചിട്ടുണ്ട്. ഖബറുമായി ബന്ധപ്പെട്ട കാര്യം അതിനകത്ത് അറിയിക്കുന്ന ആയത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിൽ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിൻ്റെ ദൗത്യം. ഖബറിലെ ശിക്ഷ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഖബറിൽ ശിക്ഷ ഉണ്ടാകുക? കാരണം വിചാരണ നടന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് ശരിയല്ല, അത് വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇതേ ആളുകൾ തന്നെ ഖബറിൽ നിന്നും രക്ഷപ്പെടണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുമാണ്. വൈരുദ്ധ്യമാണ് അവരിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്ന 4 പ്രാർത്ഥനകളിൽ ഒന്നാമത്തേത് അള്ളാഹുവെ ഖബർ ശിക്ഷയിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണ്. സഹോദരങ്ങളെ, ഖബറിൽ ശിക്ഷയുണ്ട്. ഖബറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔലിയാക്കളായ ആളുകൾക്ക് രക്ഷയും നൽകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അതിനുശേഷം പിന്നീട് ബഅസുണ്ട്. അല്ലാഹു തആല ഈ ഖബറിൽ നിന്നും ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയത്ത് മുഴുവൻ ആളുകളെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഭൂമിയിൽ മരിച്ചുപോയിട്ടുള്ള ഒരാളും അവിടെ ബാക്കിയാകുന്നില്ല. മുഴുവൻ ആളുകളും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. മൃഗങ്ങൾ വരെ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. പിന്നീട് അവർക്ക് തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൃഗങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അതിനും വിചാരണയുണ്ട്. അതിനെ തീർപ്പാക്കിക്കൊണ്ട് കൂനു തുറാബ, നിങ്ങൾ മണ്ണായിക്കോളൂ എന്ന് പിന്നീട് പറയുന്നതാണ്.
പിന്നീട് പറയുന്നതാണ്. എന്നാൽ മനുഷ്യർ നാം നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ സ്വർഗത്തിലേക്കാണ് അല്ലെങ്കിൽ നരകത്തിലേക്കാണ്. ഇനി സഹോദരങ്ങളെ, ആ സ്വർഗത്തിലേക്ക്, ആ വിചാരണയ്ക്ക് ആ ബഅസിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ആളുകളെയും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനം ജീവിച്ചു മരിക്കുന്ന ആ പിഞ്ചു കുഞ്ഞുണ്ടാകുമല്ലോ, ആ മുഴുവൻ ആളുകളും ആ മഹ്ശറയുടെ ഭൂമിയിലുണ്ടാകും. അല്ലാഹു തആല അവിടെ വിചാരണ നടത്തുന്നുണ്ട്. ഓരോരുത്തരെയും വിചാരണ നടത്തുകയാണ്. അവിടെ മീസാനുണ്ട്, 2 തട്ടുള്ള മീസാനുണ്ട്. ആ മീസാനിൻ്റെ ഒരു തട്ടിൽ നന്മകൾ തൂക്കാനുള്ളതാണ്, മറ്റേ തട്ടിൽ മനുഷ്യൻ്റെ തിന്മകൾ തൂക്കാനുള്ളതാണ്. മനുഷ്യൻ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ തട്ടിൽ തൂക്കുന്നതാണ്. അതിൽ ചെറിയൊരു കണിക പോലും അവൻ ഒഴിവാക്കുകയില്ല. ഒരു ചെറിയ കണിക പോലും അല്ലാഹു തആല അതിൽ ഒഴിവാക്കി കളയുകയില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന മുഴുവൻ നന്മകളെയും നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നിസ്സാരമായി കാണുന്ന മുഴുവൻ തിന്മകളും അവിടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ മീസാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നീട് സിറാത്തിലൂടെ പ്രവേശിപ്പിക്കുന്നതാണ്. ആ സിറാത്തിലൂടെ പ്രവേശിച്ച് സിറാത്തിൽ പാറത്തിലൂടെ കടന്ന് അപ്പുറത്തെത്തുന്ന ആളുകളാണ് സ്വർഗത്തിലേക്ക് എത്തുക. നരകത്തിലേക്ക് എത്തുന്ന ആളുകൾ ആ സിറാത്തിൽ നിന്നും താഴെ നരകത്തിലേക്ക് വീണു പോകുന്നതാണ്. അവർക്ക് വേഗത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ഇങ്ങനെ ചുരുങ്ങിയ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അതിൽ ഖബറുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ആഖിറത്തുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ്. അതിനെ നിഷേധിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവർ എന്ത് ഈമാനാണ് അവർക്ക് ബാക്കിയുള്ളത്? കാരണം ഖബർ ശിക്ഷ എന്ന് പറയുന്നത് ആഖിറത്തുമായി ബന്ധപ്പെട്ട നിർബന്ധമായി നമ്മൾ വിശ്വസിക്കേണ്ട വിശ്വാസത്തിൽപ്പെട്ടതാണ്. ആ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഓരോ മലക്കും അവിടെയുള്ള ആളുകളെ എഴുന്നേറ്റിരിപ്പിക്കുന്നതാണ്. കിടന്ന കിടപ്പിലല്ല, ഇരുത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈജുലിസാനിഹി, ആ ഖബറിലുള്ള വ്യക്തിയെ 2 മലക്കുകൾ കൂടി ഇരുത്തിക്കും. എങ്ങനെയാണ് ഇരിക്കുക? നമ്മൾ മണ്ണിട്ട് മൂടിയപ്പോൾ ഉണ്ടായിരുന്നില്ലേ? ഒന്നും നമ്മൾ പറയുന്ന ലോകമല്ല അവിടെ. നമ്മൾ ചിന്തിക്കുന്ന, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റേതായ രീതി അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ നടക്കുന്നതായിരിക്കും. അവിടെ നമുക്കൊക്കെ അറിയുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആ ഖബറിൽ ഞാനും നിങ്ങളൊക്കെ കിടക്കേണ്ടതാണ്. ആ ഖബറിലുള്ള ഓരോ വ്യക്തിയും ആ ഖബറിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരിപ്പടി ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ ആളുകൾ പിരിഞ്ഞു പോകുന്ന മുറക്ക് തന്നെ മലക്കുകൾ അവിടെ ചോദ്യം ആരംഭിക്കുകയാണ്. മൻ റബ്ബുക മൻ നബിയുക മാ ദീനുക എന്നീ 3 ചോദ്യങ്ങൾ സഹോദരങ്ങളെ ആ മലക്ക് ചോദിക്കും. അതിൽ നമുക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മുടെ റബ്ബിൻ്റെ വിഷയത്തിൽ കൃത്യമായ വിശ്വാസം നമുക്കുണ്ടാകണം. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കല്ലാതെ, ഈ ദീനിൽ കൃത്യമായി വിശ്വസിച്ച ആളുകൾക്കല്ലാതെ അവിടെ ഉത്തരം പറയാൻ സാധിക്കുകയില്ല. നമ്മളവിടെ പോയി ചൊല്ലി പറഞ്ഞു കൊടുത്തുകൊണ്ടൊന്നും അവിടെ ആർക്കും ഉത്തരം പറയാൻ സാധിക്കുകയില്ല. കാരണം പറയണമെങ്കിൽ വളരെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. റബ്ബി അല്ലാഹ് എന്ന് പറയാൻ ആർക്കാണ് സാധിക്കാത്തത്? പക്ഷേ അത് ആർക്കേ അല്ലാഹു തൗഫീക്ക് നൽകുകയുള്ളൂ. അത് തൗഫീക്ക് നൽകുക ദുനിയാവിൽ റബ്ബിനെ കൃത്യമായി ഇബാദത്ത് ചെയ്ത് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ്. മുനാഫിക്കുകൾക്കൊന്നും അതിന് സാധിക്കുകയില്ല. മുനാഫികളുടെ അവസ്ഥ എന്താണ്? ദുനിയാവിൽ മുസ്ലിമീങ്ങളായി അഭിനയിച്ച് ജീവിച്ച് മരണപ്പെട്ട ആളുകളാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. അവർക്കെല്ലാം അറിയാം ദീനിനെ കുറിച്ച്, പക്ഷെ അവിടെ ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ലാ അദ്രി സമിഅ്തു الناس يقولون كذا, ജനങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടിരുന്നു, അവനോട് പറയാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാരാണെന്ന് ചോദിക്കും. മുഅ്മിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ, അതെൻ്റെ റസൂലാണ്. അവൻ നബിയെ കണ്ടിട്ടില്ല, പക്ഷെ അവനോട് പറയാൻ സാധിക്കും. കാരണം ആ റസൂലിനെ അനുസരിച്ച്, അവൻ്റെ സുന്നത്തനുസരിച്ച് ദുനിയാവിൽ അവൻ ജീവിച്ചവനാണ്. അവനോട് പറയാൻ സാധിക്കും. മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ റസൂലുള്ളാഹിനെ കണ്ടവനാണെങ്കിൽ പോലും അവനോട് പറയാൻ സാധിക്കുകയില്ല. അവനെനിക്കറിയില്ല എന്നാണ് പറയുക, ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അവസരത്തിൽ ആഖിറത്തുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടവും വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അൽ-അർബഊനിലെ ഈ ഭാഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അതിനുശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വഅൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, നീ ഖദറിൽ വിശ്വസിക്കുക, അതിൻ്റെ ഖൈറിലും ഷർറിലും. ഇവിടെ നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി അതുവരെ പറഞ്ഞത് ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അൻ തുഅ്മിന ബില്ലാഹ് വ മലായികതി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ, 5 പറഞ്ഞു. 6ാമത് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ചു, വ അൻ തുഅ്മിന ബിൽ ഖദർ, നീ ഖദറിൽ വിശ്വസിക്കലാണ് എന്നാണ്. അൻ തുഅ്മിന എന്ന് പറയുന്ന ക്രിയ വീണ്ടും ആവർത്തിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് ആവർത്തിച്ചത്?
ചിലർ പറഞ്ഞു ഖദറിൻ്റെ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഖദറിൻ്റെ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്, അത് ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞു മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി പിഴക്കുന്ന വിഷയം അത് ഖദറിൻ്റെ വിഷയത്തിലായിരിക്കും. അതുകൊണ്ട് ആ വിഷയം ഗൗരവത്തിൽ മുസ്ലിമീങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട സഹാബികളിൽ ആർക്കും ഈ വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനുശേഷം വന്ന ചില ആളുകളിൽ ഈ ഉമ്മത്തിൽ ആദ്യമായിട്ടുള്ള ഖിലാഫ് ഖദറിൻ്റെ വിഷയത്തിൽ വരികയാണ്. യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത് തന്നെ ഖദറിൻ്റെ വിഷയത്തിൽ ബസ്രയിൽപ്പെട്ട ചില ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലാവുകയും ആ അഭിപ്രായ വ്യത്യാസം തീർക്കുന്നതിന് വേണ്ടി അവർ സഹാബികളെ തേടി മക്കയിലെത്തുകയും അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമെ കണ്ടുമുട്ടുകയും അങ്ങനെ ഞങ്ങളിതാ ചില ആളുകൾ ഖദറിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഖദർ എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അപ്പം സംഭവിക്കും, അള്ളാഹു എല്ലാം നേരത്തെ കൂട്ടി തീരുമാനിച്ച് എഴുതി വെച്ചിട്ടൊന്നുമില്ല എന്ന് വാദിക്കുന്ന ചിലർ വന്നിട്ടുണ്ട്. അവർ ദീനിൻ്റെ പേരിലൊക്കെ അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അവർ ദീൻ പഠിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യുന്നവരാണ്, അവർ ഇന്ന വിശേഷണങ്ങളുള്ള ആളുകളാണ്. പക്ഷേ ഖദറിൻ്റെ കാര്യത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് അൽ അംറു ഉനുഫ്, കാര്യങ്ങളെല്ലാം അപ്പോൾ ഉണ്ടാകുന്നതാണ്, ലാ ഖദർ ഇല്ല എന്നവർ പറയാൻ തുടങ്ങി. അങ്ങനെ ഇതറിയാൻ വേണ്ടി താബിഈങ്ങളായ ആളുകൾ മഹാന്മാരായ സഹാബത്തിനെ തേടി വരികയാണ്. അവർക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അവരെ അറിയിച്ചേക്കുക, എനിക്ക് ആ വിഭാഗവുമായി യാതൊരു ബന്ധവുമില്ല, അതുപോലെ അവർക്ക് ഞാനുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം പൂർണ്ണമായ ബന്ധവിച്ഛേദനം അറിയിക്കുകയാണ്. കാരണം ഖദറിൽ വിശ്വസിക്കാത്തവന് ഈമാനില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഖദറിൽ വിശ്വസിക്കാത്ത ആളുകൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. കാരണം ഈമാനില്ലാതെ അമലുകൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് സമിഅ്തു അബി യഖൂൽ, എൻ്റെ ഉപ്പ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ ഖദറിൻ്റെ വിഷയം പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഹദീസ് പൂർണ്ണമായി ഉദ്ധരിച്ചത് എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, എന്താണ് നമ്മൾ ഖദറിൻ്റെ വിഷയത്തിൽ വിശ്വസിക്കേണ്ടത്? ഖദറിൻ്റെ വിഷയത്തിൽ ഖദറിൻ്റെ 4 മർത്തബകളെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ ഖദറിൻ്റെ വിഷയം നമുക്ക് കൃത്യമായി പഠിക്കാൻ സാധിക്കും. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ച് നിഷേധിക്കുന്നവർ മുസ്ലിമീങ്ങളല്ല. അള്ളാഹു തആലക്കുള്ള ഇൽം എന്ന് പറഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നേരത്തെ അറിഞ്ഞവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാത്തതായ ഒരു കാര്യവും ലോകത്തില്ല. കഴിഞ്ഞുപോയതോ വരാനുള്ളതോ എന്ന വ്യത്യാസമില്ലാതെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അവൻ അറിയാത്തതായ ഒരു കാര്യം പോലും ലോകത്ത് സംഭവിക്കുന്നില്ല. ഒന്നാമത്തെ പടി അതാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും അത് അള്ളാഹു രേഖപ്പെടുത്താൻ ഒരു പേനയെ സൃഷ്ടിക്കുകയും ആ പേനയോട് എഴുതാൻ പറയുകയും ചെയ്തു. പേന ചോദിച്ചു, എന്താണ് ഞാൻ എഴുതേണ്ടത്? ഖിയാമത്ത് സഅ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും, അന്ത്യദിനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ആ പേന രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബത്ത് എന്ന് പറയും അതിന്. അത് നമ്മൾ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ കാര്യം മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ. ആ രേഖപ്പെടുത്തിയ കാര്യം മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതിലൊന്നും കൂടില്ല, ഒന്നും കുറയുകയുമില്ല. കാരണം എന്താണോ നടക്കാൻ പോകുന്നത് അല്ലാഹു തആലക്ക് നേരത്തെ അറിയാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അതെപ്പോഴാണ് സംഭവിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്തുണ്ട്. അല്ലാഹു ഉദ്ദേശിക്കുമ്പോഴാണ് സംഭവിക്കുക. എപ്പോൾ ഇന്ന കാര്യം സംഭവിക്കണം, അല്ലാഹു അത് ഉദ്ദേശിക്കും, അപ്പോഴത് സംഭവിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒരു ദർസ് ഈ മസ്ജിദിൽ ഇന്ന ഡേറ്റിൽ, സെപ്റ്റംബർ 15 മനസ്സിലാക്കുന്നത്, ഈ ഡേറ്റിൽ ഈ മഗ്രിബിന് നമ്മളൊക്കെ ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നേരത്തെ ഉദ്ദേശിച്ചിട്ടുള്ള, അല്ലാഹു തആല നേരത്തെ അറിഞ്ഞ് അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു ഇപ്പോഴത് ഉദ്ദേശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴത് ഉദ്ദേശിക്കുകയും നടക്കുകയും ചെയ്തു. അല്ലാഹു ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമായിരുന്നില്ല. നമുക്കത് സാധിക്കുകയുമില്ല. നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും നമുക്കതിന് സാധിക്കുകയില്ല. അല്ലാഹു അത് അങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് ഉണ്ടായി. എന്നിട്ട് അല്ലാഹു അതിനെ പടക്കുകയാണ്. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ
നമ്മെ ഓരോരുത്തരെയും പടച്ചതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചതാണ്. അള്ളാഹു നേരത്തെ തീരുമാനിച്ചത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ അനക്കവും നമ്മുടെ ചലനങ്ങൾ ഓരോന്നും, നമ്മുടെ ചുണ്ടുകൾ അനങ്ങുന്നത് പോലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കൃത്യമായി അറിയുകയും അത് രേഖപ്പെടുത്തുകയും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് പടക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം സഹോദരങ്ങളെ, പടപ്പുകളായ നമുക്ക് അള്ളാഹു തആല മശീഅത്തൊന്നും നൽകിയിട്ടില്ല എന്നല്ല, നമുക്ക് ഉദ്ദേശം നൽകിയിട്ടില്ല എന്നല്ല. നമുക്ക് ഉദ്ദേശിക്കാൻ സാധിക്കും. നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളിൽ ഒരാൾക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് ഉദ്ദേശിച്ചാൽ അവൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ ഉദ്ദേശപ്രകാരമാണ്. എനിക്കിത് നിർത്തണമെങ്കിൽ നിർത്തി എഴുന്നേറ്റ് പോകാവുന്നതാണ്. അതെനിക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള നമ്മുടെ ഉദ്ദേശം അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനകത്തു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു തആല ഞാൻ സംസാരിക്കണം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നു. ഇനി ഞാൻ നിർത്തുകയാണെങ്കിലോ അള്ളാഹു തആല ഞാൻ നിർത്തണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ നിർത്തിയത്. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ ഒന്നും തന്നെ ഉദ്ദേശിക്കുന്നില്ല റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതല്ലാതെ എന്നാണ്. അപ്പം അള്ളാഹു തആലയുടെ ഉദ്ദേശം അത് മുൻകടന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഉദ്ദേശിക്കാനുള്ള കഴിവ് അള്ളാഹു അപ്പോൾ നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുമിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് അനാവശ്യമായി ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ പിഴച്ചു പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് താക്കീത് ചെയ്തത്. മുൻഗാമികൾ താക്കീത് ചെയ്ത കാര്യമാണത്. നമ്മൾ അനാവശ്യമായി അതിലേക്ക് ഊളിയിറങ്ങിക്കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടേണ്ടതില്ല. മറിച്ച് ഈ പറയുന്ന മർത്തബകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഖദറിന്റെ വിഷയം അത് പൂർണ്ണമാണ്. അള്ളാഹു തആല എല്ലാം നേരത്തെ അറിഞ്ഞവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തആലക്ക് കൃത്യമായി ഉദ്ദേശിക്കാൻ സാധിക്കും, അപ്പോൾ അവനത് പടക്കും എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഈ വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ എത്ര വലിയ സമാധാനം കിട്ടുന്ന കാര്യമാണ്. മുഅ്മിനീങ്ങൾ ഏതൊരു ദുരന്തമുഖത്തും അവർക്ക് നന്നായി ക്ഷമിക്കാൻ സാധിക്കുന്നത് ഈ ഖദറിലുള്ള വിശ്വാസം അതുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഫലസ്തീനിലെ ജനങ്ങളെ, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അവരെത്ര കൃത്യമായിട്ടാണ് അവർ അതിനോട് പ്രതികരിക്കുന്നത്. എത്ര പ്രയാസങ്ങൾ ഉണ്ടായിട്ടും, അവരുടെ വീടുകൾ തകർന്നു പോയപ്പോഴും, മാതാപിതാക്കൾ കൊല്ലപ്പെടുമ്പോഴും, സഹോദരങ്ങൾ കൊല്ലപ്പെടുമ്പോഴും ബാക്കിയാകുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കൃത്യമായി അവർ ആശ്വാസത്തോടുകൂടി ആ വിധിയെ കാണാൻ സാധിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് ഖദറിലുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. കാരണം അവർക്കറിയാം ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അല്ലാതെ ജൂതന്മാർ വിചാരിച്ചാൽ അത് ഉണ്ടാവുകയില്ല. അള്ളാഹു തആല അതിനെന്തോ ഹിക്മത്തുണ്ട്. അള്ളാഹു തആലയുടെ ഹിക്മത്തില്ലാത്ത ഒരു പ്രവർത്തനവുമില്ല. വെറും വ്യഥാപ്രവർത്തനങ്ങൾ, അബസായ പ്രവർത്തനങ്ങൾ റബ്ബിൻ്റെ പ്രവർത്തനത്തിലില്ല. അള്ളാഹു അതിനെന്തോ ഹിക്മത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചതാണ്. അവർക്കത് ആശ്വസിക്കാൻ സാധിക്കും. അതുപോലെ നമുക്കും സാധിക്കേണ്ടതുണ്ട്. വലിയ വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, കച്ചവടത്തിലുള്ള തകർച്ചകൾ എന്തു തന്നെ ഉണ്ടായാലും ഒരു മുഅ്മിൻ ഖദറിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ സമാധാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യമാണ്, ഖദറാണ്. അള്ളാഹു തആലയുടെ ഖദറനുസരിച്ച് സംഭവിക്കുന്നതാണ് എന്നവൻ സമാധാനിക്കാൻ സാധിക്കും. എന്നാൽ അതിനർത്ഥം സഹോദരങ്ങളെ, നമ്മൾ സബബുകളെ ആശ്രയിക്കേണ്ടതില്ല എന്നുള്ളതല്ല. അള്ളാഹു തആല ഓരോന്നിനും അതിൻ്റെതായ സബബുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കച്ചവടത്തിൽ ഉന്നതമായ രീതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ വീട്ടിൽ കൈയും കെട്ടിയിരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെതായ മാർഗങ്ങൾ പഠിക്കണം. പരാജയങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എവിടെയെല്ലാം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പഠിക്കണം. ഇപ്പോൾ കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ കല്യാണം കഴിക്കേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നേരത്തെ നിശ്ചയിച്ചു എന്നുള്ളത് ഒരിക്കലും എന്തല്ല, സബബുകളെ സ്വീകരിക്കുന്നത് നമുക്ക് തടസ്സമാകാൻ പാടില്ല. ഏതുപോലെ നമുക്ക് ഭക്ഷണം കഴിച്ചാലേ ഉള്ളൂ വിശപ്പ് മാറുകയുള്ളൂ. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാൾ ഭക്ഷണം കഴിക്കാതിരുന്നാലോ അതിന് വിശപ്പ് മാറുമോ? ഇല്ല. അള്ളാഹു അങ്ങനെയാണ് അതിന് സബബ് ഉണ്ടാക്കിയത്. വിശക്കുമ്പോൾ പോയി ഭക്ഷണം കഴിക്കണം, ദാഹിക്കുമ്പോൾ പോയി വെള്ളം കുടിക്കണം. അപ്പോൾ വിശപ്പ് മാറും, ദാഹം മാറും. അങ്ങനെയാണ്. കുട്ടികളുണ്ടെങ്കിൽ കല്യാണം കഴിക്കണം. അങ്ങനെയാണ് അള്ളാഹു തആല സബബ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ സബബുകൾ നമ്മൾ തേടണം. അതുപോലെ തന്നെ അമലുകളുടെ കാര്യവും. ചിലരൊക്കെ ഖദറിൻ്റെ വിഷയത്തിൽ അവർ ചിന്തിക്കുന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ സ്വർഗവും നരകമൊക്കെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചെയ്യുന്നതിൽ എന്താണ് കാര്യമുള്ളത്? സഹോദരൻ, നിനക്കറിയുകയില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എന്താണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ നന്മയുടെ മാർഗങ്ങളിൽ മുന്നേറുക. എങ്കിൽ അതിനപ്പുറത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിശ്ചയിച്ച് നിനക്ക് കിട്ടും.
കാരണം അള്ളാഹു ഒരാൾക്ക് സ്വർഗം നിശ്ചയിക്കുക ഒന്നുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് എന്നല്ല. അവൻ ഇന്നാലെന്ന നന്മകളൊക്കെ ചെയ്ത് നാളെ മീസാനിൽ അവൻ്റെ നന്മയുടെ തട്ട് തൂങ്ങി അങ്ങനെ സിറാത്തിലൂടെ മുന്നേറി അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നന്മകളുടെ വഴിയിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് സ്വർഗം കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് ഇടുന്നതും അങ്ങനെ തന്നെയാണ്. ഇന്ന തിന്മകൾ ചെയ്ത്, ഷിർക്ക് ചെയ്ത്, കുഫ്ർ ചെയ്ത്, നിഫാഖിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത്, മാസിയത്തുകൾ വർദ്ധിച്ച്, ഇങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാർഗത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നരകത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ ചെയ്യേണ്ടത്. അതല്ലാതെ എല്ലാം നേരത്തെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാതിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണോ ബുദ്ധി കൊടുക്കുന്നത് അതുപോലെ ചിന്തിക്കുക. നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം എന്നതുപോലെ തന്നെ സ്വർഗം കിട്ടണമെങ്കിൽ അതിന് അധ്വാനിക്കണം. ഇതെല്ലാം നേരത്തെ അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളത് അധ്വാനിക്കേണ്ടതില്ല എന്നല്ല, നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തരും അവർക്ക് എന്തിലേക്കാണോ അതിലേക്ക് എളുപ്പം നൽകപ്പെടുന്നതാണ്. എന്തിലേക്കാണോ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നിശ്ചയിച്ചിട്ടുള്ള അതിലേക്ക് അവർക്ക് എളുപ്പം നൽകും. അതുകൊണ്ട് നമ്മൾ നന്മയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുക. ഇൻഷാ അല്ലാഹ് അതിനപ്പുറത്തേക്ക് നമുക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം അങ്ങനെ ലഭിക്കും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരി. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഖദർ എന്ന് പറയുന്നത് ഒരിക്കലും തിന്മകൾക്ക് നമ്മൾ മറയാക്കാൻ പാടില്ല. ഇപ്പം തിന്മകളിൽ മുഴുകുക, എന്തെങ്കിലുമൊക്കെ തിന്മകളിൽ നമ്മൾ വിട്ടുവെക്കാൻ പറയുമ്പോൾ അള്ളാഹിൻ്റെ ഖദറാണ് എന്ന് പറയും ചിലർ. അല്ല, അള്ളാഹ് അങ്ങനെ ഖദറാക്കിയ ഞാൻ ഇപ്പോൾ കള്ളുടിയനോട് ഇങ്ങനെ കള്ളുടിക്കല്ല, റബ്ബ് അങ്ങനെ കണക്കാക്കിയാൽ ഞാൻ ഇങ്ങനെ കള്ളുടിക്കണമെന്നായിരിക്കും കണക്കാക്കിയത് എന്നൊക്കെ പറയും. ഇവൻ ഈ പറയുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇങ്ങനെ കള്ളുടിക്കണമെന്ന് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നീ കള്ളുടിച്ചിട്ട് നീ നരകത്തിൽ പോകുന്നതും കൂടി അള്ളാഹു കണക്കാക്കും, അവിടെ വെച്ച് നിർത്തുകയില്ല. അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ അതിൽ നിന്ന് മാറുക, നീ ഹറാമുകളിൽ നിന്ന് മാറുക. തിന്മകളെ നമ്മൾ ഒരിക്കലും ഖദറിനെ ഒരിക്കലും തിന്മകൾ പ്രവർത്തിക്കാൻ നമ്മൾ മറയാക്കാൻ പാടില്ല. കാരണം നമ്മൾ തിന്മകൾ ചെയ്യുക എന്ന് മാത്രമായിരിക്കുമല്ലോ അവിടെ എഴുതിയിട്ടുണ്ടാവുക. അതിനുശേഷം നരകത്തിൽ കൂടി പ്രവേശിക്കുമെന്ന് എഴുതും. അത് നിനക്ക് സഹിക്കാൻ സാധിക്കുമോ? എങ്കിലും നീ ഖദറിൻ്റെ കാര്യം പറഞ്ഞിട്ട് തിന്മകൾ പ്രവർത്തിച്ചോളൂ, അത് സഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തിന്മകൾ ഒരിക്കലും നമ്മുടെ ഖദർ വെച്ചുകൊണ്ട് അതിനെ മറയാക്കാൻ പാടില്ല എന്നാണ്. ഖൈരിഹി വശർരി, ചില റിവായത്തിൽ ഹുലുവിഹി വമുർരിഹി, അതിൻ്റെ മധുരവും അതിൻ്റെ കയ്പും ഇത് നമ്മൾ വിശ്വസിക്കുക. കാരണം എപ്പോഴും ജീവിതം മധുരമായിരിക്കുകയില്ല, ചിലപ്പോൾ കയ്പനുഭവപ്പെടും. എപ്പോഴും നമുക്ക് ഖൈർ മാത്രമല്ല ലഭിക്കുക, ചിലപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഷർറായ ചില കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. അള്ളാഹു താലയുടെ അടുക്കൽ അത് വലിയ ഹിക്മത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പടക്കുന്ന ഒരു കാര്യവും അത് പൂർണ്ണമായ നിരുപാധികമായ ഷർറല്ല. നിരുപാധികമായ ഷർറിൽ ആപേക്ഷികമായ ഷർറേ ഉള്ളൂ. നമുക്കാണ് ഷർറായി അനുഭവപ്പെടുന്നത്. അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്. അള്ളാഹു ഇബ്ലീസിനെ പടച്ചതിന് പിന്നിൽ ഹിക്മത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മകളിലൂടെ പടക്കുന്നതിൻ്റെ പിന്നിൽ അള്ളാഹു താലതായ ഹിക്മത്തുണ്ട്. മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പടച്ചത്. തിന്മകൾക്ക് വേറൊരു ദൈവമില്ല, അത് മജൂസികളുടെ വിശ്വാസമാണ്. തിന്മകൾക്ക് വേറൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് മജൂസികളുടെ വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് നന്മയും തിന്മയും പടച്ചിട്ടുള്ളത്. എന്തിനാണ് അള്ളാഹു തിന്മയെ പടച്ചത് എന്ന് ചോദിച്ചാൽ അതിന് അള്ളാഹുവിൻ്റെതായ ഹിക്മത്തുകൾ അതിനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെതായ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പടക്കുകയുള്ളൂ. പൂർണ്ണമായ നിരുപാധികമായ തിന്മകളായിരിക്കുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പ്രയാസമായി അനുഭവപ്പെടുന്നതാണ്. അല്ല, ഒരു രോഗത്തിൻ്റെ കാര്യം നമുക്ക് ഉദാഹരണത്തിന് പറയാം. അള്ളാഹു തആല രോഗം നമുക്ക് നിശ്ചയിക്കുമ്പോൾ അത് കഠിനമായ രോഗമാകുമ്പോൾ ആരെങ്കിലും അത് ഹൈറാണെന്ന് പറയുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഷർറാണ്, ഉപദ്രവം തന്നെയാണ്. പക്ഷെ അത് നിരുപാധികമായ ഷർറാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ എന്തെല്ലാം ഹിക്മത്തുകളുണ്ട്. ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചെന്നല്ലേ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു തആല അത് മുഖേന പുറത്തു തരും. നമ്മുടെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരും. നമ്മളിൽ ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സ്വർഗത്തിലുള്ള ഉന്നതമായ സ്ഥാനമുണ്ട്. നമ്മുടെ അമലുകൾ കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കൂല. കാരണം അത്ര വലിയ അമലൊന്നും ചെയ്യൂല, അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ. പക്ഷെ പരീക്ഷണങ്ങൾ മുകളിൽ അള്ളാഹു നൽകിക്കൊണ്ട് അവരങ്ങനെ ഉയർത്തി അള്ളാഹു തആല സ്വർഗത്തിൻ്റെ ഉന്നത സ്ഥാനത്തേക്ക് എത്തുമെന്നാണ്. കാരണം ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള നല്ല കൽബിവനുണ്ട്, പക്ഷെ അമലുകളില്ല. അപ്പം അള്ളാഹു പരീക്ഷണം ഇട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾക്കൊക്കെ ഈ രോഗം തരും. അപ്പോൾ രോഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷർറാണ്, പക്ഷെ അത് നിരുപാധികമായ ഷർറല്ല. അതുപോലെ തന്നെയാണ് മുഴുവൻ കാര്യങ്ങളും അള്ളാഹു തആല പടച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ ഹിക്മത്തുണ്ട്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. സഹോദരങ്ങൾ, ഈ 6 കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ട 6 ഈമാൻ കാര്യങ്ങൾ. നമ്മുടെ അഖീദ എന്താണ്, വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ 6 കാര്യങ്ങളാണ്. പിന്നീട് ഇതിൽ നിന്നും ഊരിത്തിരുന്ന കാര്യങ്ങളാണ് മറ്റ് വിശ്വാസ കാര്യങ്ങളായി മറ്റു ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുകയുള്ളൂ. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ
അതിൽ പിഴച്ച വിശ്വാസങ്ങൾ വരുമ്പോഴാണ് അത് കൃത്യമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ അസ്മാകളിൽ തിരിമറി നടത്തുമ്പോൾ, അതിനെ നിഷേധിക്കുമ്പോൾ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ അഖീദത്തുൽ വാസത്തിയെ പോലെയുള്ള, തദ്മുരിയെ പോലെയുള്ള അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പണ്ഡിതന്മാർ എഴുതുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ അത് കൃത്യത പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാണ് അടിസ്ഥാന 6 വിശ്വാസങ്ങൾ. ഇതാണ് ഉസൂലുൽ ഈമാൻ എന്ന് പറയുന്നത്. ഈ 6 കാര്യങ്ങളാണ്. ഇതിൽ സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി വിശ്വസിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് സ്വദഖ്ത. നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്നാണ്. താങ്കൾ പറഞ്ഞത് സത്യമാണ്, കാരണം അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, ഖാല ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, താങ്കൾ ഇഹ്സാൻ എന്താണെന്ന് എനിക്ക് അറിയിച്ചു തരണം എന്ന് പറഞ്ഞു. ഇഹ്സാൻ എന്താണ് എന്ന് അറിയിച്ചു തരണം. എന്താണ് ഇഹ്സാൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം? അറബി ഭാഷയിൽ സഹോദരങ്ങളെ നന്നാക്കി ചെയ്യുക, അൽ ഇഹ്കാം വൽ ഇത്ഖാൻ എന്നൊക്കെയാണ് വാക്കിനർത്ഥം. നന്നാക്കി ചെയ്യുക, ഒരു കാര്യം ചെയ്യുമ്പോൾ നന്നാക്കി ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, അഹ്സിനു, നിങ്ങൾ നന്നായി ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്നാക്കി ചെയ്യുന്നവരെ, മുഹ്സിനീങ്ങളെ, സുഹൃതം ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശറഇൽ ഇഹ്സാൻ എന്ന് പറയുന്ന വാക്ക് അത് ഇബാദത്തിലുണ്ട് ഇഹ്സാൻ. അതുപോലെ തന്നെ പരസ്പരമുള്ള ഹക്കിടപാടുകളിൽ ഇഹ്സാനുണ്ട്. അതല്ലാത്ത മറ്റ് കാര്യങ്ങളിലും ഇഹ്സാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നിലേക്കും നമുക്ക് വിശദീകരണം പറയാം. അൽ ഇഹ്സാനു ഫിൽ ഇബാദ, നമ്മുടെ ഇബാദത്തിൽ നമുക്ക് ഇഹ്സാൻ ഉണ്ടായിരിക്കണമെന്നാണ്. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത്. ഇബാദത്തിൽ ഇഹ്സാൻ എന്താണ് എന്നുള്ളത്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നത് പോലെ നീ അവനെ ഇബാദത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നത് പോലെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിലേറ്റവും ഒന്നാമത്തെ കാര്യം, നീ റബ്ബിനോടുള്ള ഇബാദത്തിൽ ഇഹ്സാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നീ ആ റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. റബ്ബിനോട് ഇബാദത്ത് ചെയ്യുന്നതിനോടൊപ്പം റബ്ബല്ലാത്ത ആളുകൾക്ക് നീ ഇബാദത്തിന്റെ അംശം കൊടുക്കുന്നവനാണ് എങ്കിൽ നീ റബ്ബിനോടുള്ള ഇബാദത്തിൽ ഇഹ്സാൻ ചെയ്തിട്ടില്ല. അതല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നീ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നീ റബ്ബിനോടുള്ള ഇബാദത്തിൽ ഇഹ്സാൻ ചെയ്തിട്ടില്ല. ഇതൊന്നും നീ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആ റബ്ബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നീ ഇബാദത്ത് ചെയ്യണം, എങ്കിലേ നീ റബ്ബിനോടുള്ള ഇബാദത്തിൽ ഇഹ്സാൻ ചെയ്തിട്ടുള്ളൂ. ബിദ്അത്തുകൾ ചെയ്യുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും റബ്ബിനോട് അവൻ ഇഹ്സാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് റബ്ബ് സ്വീകരിക്കുകയുമില്ല, റബ്ബ് തള്ളിക്കളയുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നീ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രവർത്തനം റബ്ബിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് നീ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നീ ചെയ്യേണ്ടത്? നിന്റെ അവസ്ഥ കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, പോലെ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ഭൂമിയിൽ വെച്ച് മനുഷ്യർക്ക് റബ്ബിനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ നിന്റെ ഖൽബ് കൊണ്ട് റബ്ബു സുബ്ഹാനഹു വ തആലയോടുള്ള കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നീ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ കാണാനുള്ള പൂതിയാൽ, ആ ആഗ്രഹത്താൽ, ആ ഷൗക്കിനാൽ നീ റബ്ബിനെ ഇബാദത്ത് ചെയ്യണമെന്നാണ്. പറയാൻ എളുപ്പമാണ് എനിക്ക് പോലും, അത് എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. വലിയ വലിയ ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫദ്ലായി നൽകുന്ന കാര്യമാണ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങൾ, ആ രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നീ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പണ്ഡിതന്മാർ മർത്തബത്തുൽ മുഷാഹദ എന്നാണ് പറയുന്നത്. കണ്ടുകൊണ്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ വലിയ ഔലിയാക്കൾക്ക് സാധിക്കുന്ന കാര്യമാണ്. റബ്ബിനെ കാണുന്നത് പോലെ ആയിരിക്കും അവർ ഇബാദത്ത് ചെയ്യുക, അത്ര ആസ്വാദനത്തിൽ. ആ റബ്ബിനെ നാളെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമായിരിക്കും അവർ ഓരോ കർമ്മത്തിലും ഉണ്ടാകുക. അതിനെ മർത്തബത്തു ഷൗഖ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മർത്തബത്തു ത്വലബി വറഗ്ബ, അങ്ങേയറ്റത്തെ തേട്ടവും ആഗ്രഹമൊക്കെയുള്ള ഒരു മർത്തബയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് പല ആളുകൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇനി നിനക്കങ്ങനെ റബ്ബിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ റബ്ബിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ ഉണ്ടാക്കേണ്ട കാര്യമാണ് ഫഇന്നഹു യറാക, ആ റബ്ബ് നിന്നെ കാണുന്നുണ്ട്, അതുപോലെയെങ്കിലും നീ ഇബാദത്ത് ചെയ്യാൻ സാധിക്കണം, എങ്കിലാണ് നിന്റെ ഇഹ്സാനാവുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ കാര്യങ്ങളും കാണുന്നുണ്ട്. നമ്മൾ റബ്ബിന് വേണ്ടി വുളു എടുക്കുന്ന സമയത്ത്
ടാപ്പ് തുറന്ന് നമ്മൾ വെള്ളം കൈകളിലേക്ക് എത്തിക്കുന്ന സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് വുളു എടുക്കുന്നത്. ആ വുളു എടുക്കുന്ന സമയത്ത് നീ മനസ്സിലാക്കുക, നിന്റെ കൈകൾ നനയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയുന്നുണ്ട്. നീ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുവാണ് എല്ലാത്തിനേക്കാളും വലിയവനെന്ന് നിന്റെ ചുണ്ടുകൾ കൊണ്ട് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അത് കാണുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ എങ്ങനെയാണ് നമുക്ക് റബ്ബിനുള്ള ഇബാദത്തിൽ ഇഹ്സാൻ ഇല്ലാതെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക? കാരണം റബ്ബ് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ മോശമാക്കുക? എങ്ങനെയാണ് ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുക? ആളുകളെ കാണിക്കാൻ എങ്ങനെയാണ് ചെയ്യുക? എങ്ങനെയാണ് ഞാൻ അശ്രദ്ധനാവുക? റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്കരിക്കുന്ന സമയത്ത് നമ്മെ അഭിമുഖീകരിച്ച് നിൽക്കുമെന്നാണ്. എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അശ്രദ്ധനായി പോകുക? ഇതെപ്പോഴും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്ത് നന്നാകും. അതാണ് പറഞ്ഞത്, ഇഹ്സാനോടുകൂടി ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ രൂപത്തിലാണ്. ഇതിനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മർത്തബത്തുൽ മുറാഖബ എന്നാണ്. റബ്ബിൻ്റെ മുറാഖബത്ത്, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സദാ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ സഹോദരങ്ങളെ നമ്മൾ ഇബാദത്ത് ചെയ്യുക. ഇതിന് മർത്തബത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് കാണുമെന്നുള്ള ഭയത്തോടു കൂടി നമ്മൾ തിന്മകളിൽ നിന്നൊക്കെ വിട്ട് നിന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുക. ഇതാണ്. അപ്പോൾ ഈ 2 ദർജയാണ് പറഞ്ഞിട്ടുള്ളത്. നിനക്ക് റബ്ബിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ നീ ചെയ്യണം. അതിന് സാധിക്കില്ലെങ്കിൽ റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നീ ഇബാദത്ത് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇത് ഈ പറഞ്ഞതെല്ലാം അൽ ഇഹ്സാനു ഫിൽ ഇബാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമാത്രമേ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹക്കിടപാടുകളിലൊക്കെ ഇങ്ങനെയുള്ള ഇഹ്സാൻ നമ്മോട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഇഹ്സാനെ പണ്ഡിതന്മാർ പറഞ്ഞു അത് 2 മർത്തബയാണ്. 2 മർത്തബയാണ്. ഒന്ന് മർത്തബത്തുൽ അദ്ലാണ്, നീതിയുടെ മർത്തബയാണ്, നീതിയുടെ പദവിയാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഹക്ക് അതുപോലെ കൊടുക്കുക. അതുപോലെ കൊടുക്കുക. എത്രയാണോ കൊടുക്കാനുള്ളത് അതുപോലെ കൊടുക്കുക. നിനക്കിന്ന് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനുണ്ട്, അതുപോലെ നീ കൊടുക്കുക. മക്കൾക്ക് ചെലവിന് കൊടുക്കാനുണ്ട്, ആ ആവശ്യത്തിന് കണക്കായി കൊടുക്കുക. എങ്കിൽ നീ മർത്തബത്തുൽ അദ്ലിൽ നീ എത്തി. അതിന് മുകളിലുള്ളൊരു മർത്തബയുണ്ട്, മർത്തബത്തുൽ ഫദ്ലാണ്, നിന്റെ ഔദാര്യത്തിൻ്റെ മർത്തബയാണ്. അതായത് ആവശ്യത്തിലേക്കാൾ കൂടുതൽ നീ കൊടുക്കുകയാണ് അവർക്ക് കൂടുതൽ ഉപകരിക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ഹക്കുകളിൽ ചിലത് നീ വിട്ടുകൊടുക്കുകയാണ്. ഇതൊക്കെ മർത്തബത്തുൽ ഫദ്ലാണ്. അതിലിനേക്കാളും നീതിയേക്കാളും മുകളിലുള്ള പദവിയാണ്. ഒന്നുകിൽ അവർക്ക് നീ നിന്റെ ഹക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുക, ഹക്ക് അത് വർദ്ധിപ്പിച്ച് നീ കൊടുക്കുന്നു. അതല്ലെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ഹക്ക് ചിലത് നീ ഒഴിവാക്കി കൊടുക്കുന്നു. ഇത് വലിയ മർത്തബയാണ്. ഇഹ്സാൻ ചെയ്യുന്നതിൽ വലിയ മർത്തബയാണ്. പക്ഷേ ഈ മർത്തബത്തുൽ ഫദ്ൽ ചെയ്യുന്ന സമയത്ത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, അവിടെ നീ നീതി ഇല്ലാത്തൊരവസ്ഥ അവിടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനവർ ചില ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരാൾക്ക് 3 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഓരോ മക്കൾക്കും കൊടുക്കേണ്ടതായ ഒരു തുക 1000 രൂപയാണെന്ന് വിചാരിക്കുക. ഒരാളൊരു മകന് 1000-ലധികം കൊടുക്കുന്നു. അത് മർത്തബത്തുൽ ഫദ്ലാണെന്ന് പറയാം. കാരണം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുത്തു. പക്ഷെ അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അതിൽ പോയി. ബാക്കി 2 കൃത്യമായി കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലുണ്ടാകുന്ന രൂപത്തിൽ നമുക്ക് ഫദ്ല് ചെയ്യാം. അതിലിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫദ്ല് നേടാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ അവിടെ ഒരു ഫസാദ് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ഫസാദ് ഉണ്ടാകാൻ അതിനും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് നാട്ടിലെ വലിയൊരു തോന്നിയാസിയായ ഒരാളുണ്ട്. അയാൾ നമ്മെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഉപദ്രവിച്ചു. ഇപ്പം സാധാരണ ഒരാൾ ഉപദ്രവിച്ചാൽ നമ്മൾ വിട്ടുകൊടുത്ത് നമുക്ക് പകരം അതുപോലെ ചെയ്താൽ അത് അതിലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ വിട്ടുകൊടുത്താൽ അത് ഫദ്ലാണ്. പക്ഷെ ഈ പറയുന്ന തോന്നിയവാസിക്ക് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, അയാൾക്കെതിരെ പരാതിയൊന്നും കൊടുക്കാതെ നമ്മളങ്ങോട്ട് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ തോന്നിയാസ് മുസ്ലിമീങ്ങൾക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കും. അയാളുടെ ഉപദ്രവം വലുതാകും. അയാൾക്കെതിരെ കൃത്യമായ ഒരു ആക്ഷൻ നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫദ്ല് കാണിക്കുന്ന സമയത്ത് ഒരു ഫസാദിന് അത് കാരണമാകാൻ പാടില്ല. ഒരു ഫസാദിന് കാരണമാകാൻ പാടില്ല. പണ്ഡിതന്മാർ പല ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആക്സിഡൻ്റ് ആകുന്ന സമയത്ത് സാധാരണ ഒരാൾ നമ്മൾ കാറിന് വന്ന് മുട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ വിട്ടുകൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നീതിയാണ്. നമുക്ക് എന്താണോ ചിലവായത് അത് നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് വാങ്ങിക്കൽ നീതിയാണ്. ഇങ്ങനെ ഒരാൾ പറയണം, പോട്ടെ അവനിങ്ങനെ ശ്രദ്ധിക്കാതെ തട്ടിപ്പോയതാണ്, സാധുവാണ്, വിട്ടുകൊടുക്കാം. പക്ഷേ റോഡിലെല്ലാവരും പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഓടിക്കുന്ന ചില ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ള ഒരുത്തനാണ് തട്ടിയിട്ടുണ്ടെങ്കിലോ നമ്മളങ്ങനെ ഫദ്ല് കൊടുക്കുന്നത് അവനെ കൂടുതൽ വഷളാക്കും. അവനെ പിടിക്കണം, അവൻ്റെ കൈക്ക് പിടിക്കണം. ഇങ്ങനെയുള്ള കൈക്ക് പിടിക്കണം. കാരണം അതല്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൻ മറ്റുള്ള ജീവൻ അപഹരിക്കും. അവിടെ നമ്മൾ ഫദ്ല് കൊടുത്തു കഴിഞ്ഞാൽ ഫസാദ് ഉണ്ടാകുമെങ്കിൽ അത് കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സഹോദരങ്ങളെ ഹുക്കൂക്കുകളിലുള്ള ഇടപാടുകളിലുള്ള ഇഹ്സാൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇനി ബാക്കിയുള്ള മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളിലുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അവൻ എന്താണോ ഏത് ജോലിയാണോ അവൻ ചെയ്യുന്നത് അത് ഏറ്റവും നന്നാക്കി ചെയ്യുക എന്നുള്ളതാണ്.
നീ ഒരു കാർ മെക്കാനിക്കാണോ, ആ ജോലിയിൽ നീ ഇഹ്സാൻ കാണിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും നന്നായി നീ ചെയ്യണം. ഒരു മുസ്ലിം അങ്ങനെയാണ്. അതിലെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയില്ല. ആ ജോലി അത് ഏറ്റവും നന്നായി കൃത്യമായി ചെയ്യും. എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് പരിപാടി ഇല്ല, നീ ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നന്നായി അതിന് ശരിയാക്കുക നിനക്കറിയുന്ന രൂപത്തിൽ. അത് മറ്റേത് ജോലിയാണെങ്കിലും ശരി, അത് ഏറ്റവും നന്നാക്കുക എന്നുള്ളതാണ്. അല്ല, അറിവ് നടത്തുമ്പോൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റവും നല്ല രൂപത്തിൽ അറിവ് നടത്താൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മൃഗങ്ങളോടുള്ള ഇഹ്സാനിൽപ്പെട്ടതാണെന്ത്, നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെ ഉരുവിന് ആശ്വാസം പകരുക എന്നുള്ളത്. മൂർച്ചയില്ലാത്ത കത്തി എടുത്തുകൊണ്ട് വന്ന് അതിനൊരുപാട് നേരം വേദനയാക്കുക എന്ന് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. എല്ലാ കാര്യത്തിലും ഇഹ്സാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഏറ്റവും നന്നാക്കി ചെയ്യാൻ നമ്മൾ നോക്കണം. ഇബാദത്താണെങ്കിലും അല്ലെങ്കിലും ഏതിലും നല്ല പെർഫെക്ഷൻ, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അവൻ്റെ ദീൻ അവനോടത് താല്പര്യപ്പെടുന്നുണ്ട് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് ഫഅഖ്ബിർനി അനിസ്സാഅ, സാഅത്തിനെ കുറിച്ച്, അന്ത്യദിനത്തെക്കുറിച്ച് അറിയിച്ചു നൽകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില റിവായത്തിൽ കാണാൻ സാധിക്കും മതസ്സാഅ എന്നാണ് വന്നിട്ടുള്ളത്. മതസ്സാഅ, എപ്പോഴാണ് അന്ത്യദിനം എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം ഉത്തരം എന്തായിട്ടുള്ളത്, എപ്പോഴാണ് അന്ത്യദിനം, എപ്പോഴാണ് അന്ത്യദിനം എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ, ചോദിക്കപ്പെട്ടവന് ചോദിച്ചവനേക്കാളും ഈ വിഷയത്തിൽ അറിവില്ല. ചോദിക്കപ്പെട്ടവന് ചോദിച്ചവനേക്കാളും ഈ വിഷയത്തിൽ അറിവില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, വളരെ ഹിക്മത്തുള്ള ഒരു ഉത്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. എനിക്ക് താങ്കളെക്കാളും അറിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ഇതിനേക്കാൾ അറിവുണ്ട് എന്ന് വരും പടപ്പുകളിൽ. മറിച്ച് ദുനിയാവിൽ ആര് ചോദിച്ചോ ആ ചോദിച്ചവനും അറിയുണ്ടാവുകയില്ല, ചോദിക്കപ്പെട്ടവനും അറിയുകയുണ്ടാവുകയില്ല. ആ വിഷയത്തിൽ മുഴുവൻ മഖ്ലൂഖീങ്ങൾ ഒരുപോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക എന്നുള്ളത്. ഒരാൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയിച്ചു കൊടുത്തിട്ടില്ല. കാഹളത്തിൽ ഊതുന്ന മലക്ക് വരെ അല്ലാഹു തആലയുടെ അമ്രിനായി കാത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഇപ്പോൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ആ മലക്കിരിക്കുന്നത് എന്നാണ്. എപ്പോഴാണ് അത് ഉണ്ടാകുന്നത് അപ്പോൾ പ്രവർത്തിക്കാൻ, അതിനാണ് ആ മലക്ക് പോലും ഇരിക്കുന്നത്. ഒരാൾക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചിലരൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കും, അന്ത്യദിനം ലോകാവസാനം ഇന്ന ഡേറ്റിലാണ്, അല്ലെ 2000 എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പണ്ട് 2000 ആണ്ടുണ്ടായ ലോകം ഉണ്ടാവുകയില്ല, വലിയ വലിയ ബുദ്ധിജീവികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞാലും, അതിന് ദീനിനോട് ചേർത്തി പറയുന്ന ആളുകൾ പറഞ്ഞാലും ശരി, ദുനിയാവിനോട് ചേർത്തി പറയുന്ന ആളുകൾ പറഞ്ഞാലും ശരി, നമ്മളത് വിശ്വസിക്കുകയില്ല. എന്തുകൊണ്ട്? കാരണം ആ കാര്യം ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. എല്ലാ വഹയുമായി വരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത് അറിയില്ലെങ്കിൽ, അഫ്ളൽ ഖൽഖായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അറിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അറിയാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്ത് റിവായത്തുകൾ ആൾ കൊണ്ടുവന്നാലും ഉറപ്പിച്ച് മനസ്സിലാക്കിക്കോളൂ, അതിൻ്റെ സനതൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല, അത് ലൈഫായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇത്ര വർഷം കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ സംഭവിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കൃത്യം കിട്ടൂലേ? വഫാത്ത് എല്ലാവർക്കും അറിയുന്നല്ലേ? ആർക്കാണ് അറിയാതായി പോകുക? മുഴുവൻ മനുഷ്യർക്കും ലോകാവസാനം അറിയും എന്ന് പറയേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും കാണും. ചില സാധുക്കൾ അത് വിശ്വസിക്കും. അടുത്ത ഇങ്ങനെ 2 വന്നു കഴിഞ്ഞാൽ, ഇന്ന വെള്ളിയാഴ്ചയും ഇന്നതൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ സംഭവിക്കുമോ ഉസ്താദ്, ഇങ്ങനെ ഉണ്ടാവുമോ? ഒറ്റ ഉത്തരം, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ, ചോദിക്കപ്പെട്ടവന് ചോദിച്ചവനേക്കാൾ വിഷയത്തിൽ അറിവില്ല. ഒരു പണ്ഡിതന് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല, ഒരാൾക്കും അതിൽ ഫത്വ അറിയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു ഉത്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കേവലം ജിബ്രീലിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല എന്ന് മാത്രമല്ല, ഒരാൾക്കും അറിയുകയില്ല. ഒരിക്കൽ മറ്റൊരു സഹാബി ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് സാഅത്ത്, അന്ത്യദിനം എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല എന്നതുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്കാണ് അദ്ദേഹത്തെ വഴിതിരിച്ചു വിട്ടത്. മാദാ അഅദത്ത ലഹ, നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത്? അല്ല, അതാണ് നമുക്ക് കാര്യം. ഖിയാമത്ത് നാൾ നാളെ ആയാലും ശരി, മറ്റന്നാളായാലും ശരി, അടുത്ത വർഷമാണെങ്കിലും ശരി, അത് അറിയുന്നതിൽ എന്ത് കാര്യം? അതിനുവേണ്ടി ഒരുങ്ങുന്നതിലേ കാര്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉത്തരം അങ്ങനെയാണ് പറഞ്ഞു വിട്ടത്. അദ്ദേഹം പറഞ്ഞു, ലാ ശൈഅ ഗൈറ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഒന്നുമില്ല, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു, അതേ എനിക്കുള്ളൂ. ഞങ്ങൾക്ക് ഒരുപാട് നോമ്പുകളോ നിസ്കാരങ്ങളോ ധാരാളമൊന്നുമില്ല, ഫർദ് തന്നെ ഉള്ളൂ. കുറച്ച് സുന്നത്തുകളുമുണ്ട്, അധികമൊന്നുമില്ല. പക്ഷെ അള്ളാഹിനെ റസൂലിന് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതിലൊന്നും പ്രവർത്തിക്കുകയില്ല. ഇഷ്ടം എന്ന് വെറുതെ മനസ്സുകൊണ്ട് പറയുന്നതല്ല. ഇഷ്ടം എന്ന് പറയുന്നത് ആ ഇഷ്ടം കൊണ്ട് റസൂലും അള്ളയും പറഞ്ഞത് അതുപോലെ പ്രവർത്തിക്കും. അതുപോലെ എന്താണ് ഒഴിവാക്കാൻ പറഞ്ഞത് അങ്ങനെ ഒഴിവാക്കും.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരോടൊപ്പം ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സാലിഹ്യങ്ങളെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടണം എങ്കിൽ അൻത മഅ മൻ അഹ്ബബ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അല്ലാഹു തആല ആ നബിയോടൊപ്പം നമ്മെല്ലാവരും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പിന്നീട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, ഏതായാലും ഖിയാമത്ത് നാൾ എപ്പോഴെന്നറിയില്ല എങ്കിൽ ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, അതിൻ്റെ അടയാളങ്ങൾ താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ അടയാളങ്ങളിൽ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ചിലത് നേരത്തെ കഴിഞ്ഞുപോയ അടയാളങ്ങളുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവും അവിടുത്തെ വഫാത്തും ഒക്കെ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അലാമത്തു സുഗറയാണ്, അത് കഴിഞ്ഞുപോയ കാര്യമാണ്. ചില അടയാളങ്ങൾ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഈ ഹദീസിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട്. ചിലതിന് വരാനിരിക്കുന്ന കാര്യമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവ്, ദജ്ജാലിൻ്റെ വരവ്, യഅ്ജൂജ് മഅ്ജൂജിൻ്റെ വരവ്, ഇങ്ങനെ പല കാര്യങ്ങളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ആ അവസാനത്തെ അടയാളം, അങ്ങനെയുള്ള അലാമത്തുൽ കുബറകൾ ഇനി വരാനുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവോടുകൂടിയാണ് അലാമത്തുൽ കുബറ ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. വലിയ വലിയ അടയാളങ്ങൾ, ചെറിയ ചെറിയ അടയാളങ്ങൾ ലോകാവസാനത്തിന് വളരെ മുമ്പേ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും കാലത്ത് പോലും അങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. എൻ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ അടയാളങ്ങളാണ്? എല്ലാ അടയാളങ്ങളും ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, അൻതലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്നുള്ളതാണ്. അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക എന്നാണ്. പണ്ഡിതന്മാർ ഇതിന് പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, മുസ്ലിമീങ്ങൾക്ക് ധാരാളം വിജയമുണ്ടാകും എന്നാണ്. ഒരുപാട് ഫത്ഹ് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് അടിമ സ്ത്രീകളുണ്ടാകും. ആ അടിമ സ്ത്രീകളെ സ്വതന്ത്രരായിട്ടുള്ള രാജാക്കന്മാരും മറ്റുമൊക്കെ വിവാഹം കഴിക്കുന്ന സമയത്ത്, വിവാഹം കഴിക്കുന്ന സമയത്ത് പിന്നീട് അവർക്കുണ്ടാകുന്ന കുട്ടികൾ അവർ ഹുറായിരിക്കും, സ്വതന്ത്രരായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ നിയമം. കുട്ടികൾ സ്വതന്ത്രരായിരിക്കും. അപ്പോൾ അങ്ങനെ അടിമ സ്ത്രീ സ്വതന്ത്രനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതല്ലാത്ത പല അഭിപ്രായങ്ങളും മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഏറ്റവും ശരിയായ അഭിപ്രായമായി പറഞ്ഞൊരു കാര്യം, അത് കൊണ്ടുദ്ദേശിക്കുന്നത് ധാരാളമായി വർദ്ധിച്ചു വരുന്ന മാതാപിതാക്കളോടുള്ള അനുസരണക്കേടാണ് എന്നാണ്. ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരു അടിമ സ്ത്രീയെപ്പോലെ മാതാപിതാക്കളെ കാണുന്ന മക്കൾ വരും. യജമാനന്മാർ കൽപ്പിക്കുന്നത് പോലെ മാതാപിതാക്കളോട് കൽപ്പിക്കുകയും കയർക്കുകയും ഒക്കെ ചെയ്യുന്ന മക്കളുള്ള കാലം വരും. അല്ലെ, അതൊക്കെ നമ്മൾ പലതും ഈ കാലഘട്ടത്തിൽ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വലിയ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹക്കിനോടൊപ്പം ചേർത്തി പറഞ്ഞതാണ് മാതാപിതാക്കളോടുള്ള ഹക്ക്. ഏറ്റവും നല്ല ഹക്ക് മനുഷ്യർക്ക് നൽകാനുള്ളത് അവരുടെ മാതാപിതാക്കളോടാണ്. ആ മാതാപിതാക്കളോട് കയർക്കുകയും അവരൊരു അടിമകളെപ്പോലെ കണ്ടു പെരുമാറുകയും ചെയ്യുന്ന ഒരു സമുദായം വരും, അങ്ങനെയുള്ള ആളുകൾ വരും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതല്ലാത്ത അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടയാളം ഇതാണ് പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത് വഅൻ തറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആ അശ്ശാ യതതാവലൂന ഫിൽ ബുനിയാൻ, നീ കാണുന്നുണ്ടാകും ഹുഫാത്തായ നഗ്നപാതരായ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറാബികളെ പോലെയുള്ള അധികം സമ്പത്തൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. ആലത്താണ്, ദരിദ്രരാണ്. അതുപോലെ തന്നെ ഉറാത്താണ്, അവർക്ക് അധികം വസ്ത്രങ്ങളൊന്നുമില്ല. നഗ്നരാണ് എന്ന് പറഞ്ഞാൽ അധികം വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. നേരം വണ്ണം ചെരുപ്പ് പോലും ധരിക്കാനുണ്ടായിട്ടില്ല. അല്ലെ, ചെരുപ്പൊക്കെ ധരിക്കാനില്ലാത്ത ആളുകൾ അത്ര സാധുക്കളായിരിക്കും. അങ്ങനെയുള്ള അവരുടെ ജോലിയാണെങ്കിൽ റിയാഷ, ആടിനെ മേയ്ക്കലാണ്. ഇങ്ങനെയുള്ള ആളുകൾ നിനക്ക് കാണാം. യതതാവലൂന ഫിൽ ബുനിയാൻ, കെട്ടിടത്തിൻ്റെ വിഷയത്തിൽ ഒന്നുകിൽ ഫഖ്റ് പറയുന്നു, അങ്ങനെ ഒരു അഭിപ്രായം കാണാം. കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പണ്ടങ്ങനെ ചെറിയ സൗകര്യത്തിലൊക്കെ ജീവിച്ചു പോയ ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ പേരിലൊക്കെ എൻ്റെ ഇത് കണ്ടില്ലേ, ഞാൻ വലിയ പുതിയ ടെക്നോളജിയാണ് കൊണ്ടുവന്നത്, അതാണ് കൊണ്ടുവന്നത്, എൻ്റെ വലിയ മാർബിളാണ് ഇന്നിടന്ന് കൊണ്ടുവന്നതാണ്. ഈ രൂപത്തിൽ ഫഖ്റ് പറയും. വളരെ ദരിദ്രരായി ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്നൊരു മാറ്റം അവർക്കുണ്ടാവുകയാണ്. അല്ലെങ്കിൽ രണ്ടാമത് അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അത് വലിയ വലിയ നീളമുള്ള കെട്ടിടങ്ങൾ അവർ ഉയർത്തുമെന്നുള്ളതാണ്. കെട്ടിടങ്ങൾ നീളത്തിൽ ഉയർത്തുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. പക്ഷെ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ആദ്യം പറഞ്ഞത് തെറ്റായ കാര്യമാണ്, ഫഖ്റ് പറയുക എന്നുള്ളത്, അത് പാടില്ലാത്തതാണ്. രണ്ടാമത്തത് തെറ്റായ കാര്യമല്ല, കെട്ടിടങ്ങൾ ഉയർത്തുന്നതിന് തെറ്റില്ല ദീനിൽ. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് മനസ്സിലാക്കരുത്. പക്ഷെ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആകാശമുട്ടയുള്ള സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറയുന്ന ആകാശത്തേക്ക് മുട്ടുന്ന അമ്പന ചുംബികൾ ഇന്ന്
ധാരാളം എല്ലാ രാജ്യത്തും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഹദീസിൻ്റെ അവസാനത്തിലേക്ക് വരുന്നു. സുമ്മൻ തലഖ ഫലബിസ്തു മലിയൻ. പിന്നീട് ഞാൻ അവിടുന്ന് പോയി. ഇബ്നു ഉമർ റളിയല്ലാഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. പിന്നീട് ചെറിയൊരു കാലഘട്ടത്തിന് ശേഷം എന്നുദ്ദേശിച്ചത് 2 ദിവസമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു, 3 ദിവസമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് അപ്പോൾ സംഭവം ഈ കാര്യം വരെ കണ്ടിട്ട് അവിടുന്ന് പോവുകയാണ്. ഇത്രയാണ് അവിടെ വിഷയം. ഇസ്ലാം കാര്യങ്ങൾ 5, ഈമാൻ കാര്യങ്ങൾ 6, ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചു, അതിൻ്റെ 2 മർത്തബ പറഞ്ഞു കൊടുത്തു. ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ചു, എന്താണ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സമയം, അതിൻ്റെ അടയാളങ്ങൾ 2 പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. ബാക്കിയുണ്ടായിരുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇപ്പോൾ പുറത്തേക്ക് പോയ ആളെ വിളിച്ചുകൊണ്ടുവരാൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യരൂപത്തിലാണുള്ളത്. സ്വഹാബികൾ പുറത്തേക്ക് പോകുന്നു, വരുന്നു, കാണുന്നില്ല, അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം അപ്രത്യക്ഷനായി പോയിരിക്കുകയാണ്. അവർ വന്ന് പറഞ്ഞു കാണുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 അല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷം കാണുകയാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യമാണ് പിന്നീട് പറയുന്നത്. അത്തദ്രി മൻ ഇസ്രായേൽ, ഉമർ നിനക്കറിയുമോ അന്നത്തെ ആ ചോദ്യകർത്താവ് ആരാണ് എന്നറിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അല്ലാഹു വറസൂലുഹു അലം. ഖുൽതു അല്ലാഹു വറസൂലുഹു അലം. ഞാൻ പറഞ്ഞു അല്ലാഹുവും അവൻ്റെ റസൂലിനുമാണ് അറിയുക എന്നുള്ളതാണ്. ഈ കാര്യത്തിലൊരു ഫായിദ ഉണ്ട്. നമുക്ക് അറിയാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? അല്ലാഹു റസൂലുഹു ആലം എന്ന് പറയാം. ഏത് കാര്യത്തിൽ മാത്രം? ദീനിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ. കാരണം ദീനിലുള്ള മുഴുവൻ മസലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. പക്ഷേ ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച്, നാളെ നടക്കാനിരിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദിക്കപ്പെട്ടാൽ നമ്മൾ അല്ലാഹു ആലം എന്നേ പറയാൻ പാടുള്ളൂ. നീ നാളെ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അടുത്ത വർഷം നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അറിയുന്നില്ല, ഉറപ്പില്ല, അല്ലാഹു ആലം, ചിലപ്പോൾ പോയേക്കാം എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ നാളെ മഴ പെയ്യും, അല്ലാഹു ആലം, അറിയില്ല. അല്ലാഹു ആലം, അല്ലാഹു റസൂലു ആലം എന്ന് പറയാൻ പാടും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ മഴ പെയ്യുമോ ഇല്ലേ എന്നുള്ളത് ഖബറിൽ വെച്ച് അറിയാൻ സാധിക്കുന്ന കാര്യമല്ല. അവിടുത്തെ ഉമ്മത്ത് ബിദ്അത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബറിൽ വെച്ച് അറിയാൻ സാധിക്കുകയില്ല എന്നും, നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം കോരി കൊടുക്കാൻ പോകുമ്പോൾ മലക്കുകൾ ആ ഉമ്മത്തിനെ ആട്ടി അകറ്റുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എൻ്റെ ഉമ്മത്താണ് എന്ന് പറയുമ്പോൾ മലക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്, താങ്കൾക്കറിയുകയില്ല, താങ്കളുടെ വഫാത്തിന് ശേഷം ഇവർ ദീനിൽ പല കാര്യങ്ങളും പുതുതായി കൂട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആട്ടി അകറ്റുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അല്ലാഹു ആലം എന്നേ പറയാൻ പറ്റുകയുള്ളൂ ഗൈബിയായ കാര്യങ്ങളിൽ. പിന്നീട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു ഫഇന്നഹു ജിബ്രീൽ, അത് ജിബ്രീലാണ്. അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതാണ് എന്നാണ് പറയുന്നത്. നിങ്ങളിവിടെ നോക്കണം, ഈ ഹദീസിൻ്റെ ഫായിദ, അവസാനത്തെ ഒരു ഫായിദ. ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്തെങ്കിലും പഠിപ്പിച്ചോ? ഉത്തരം പറഞ്ഞത് മുഴുവൻ അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിലേക്കാണ് ചേർത്തി പറഞ്ഞത്? ഫഇന്നഹു ജിബ്രീൽ അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ വന്നതാണ് എന്നാണ് പഠിപ്പിച്ചത്. ഇതിലൊരു വലിയ ഫായിദ പറഞ്ഞത്, നല്ല നല്ല ചോദ്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുന്ന ആളുകൾക്ക്, അതായത് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്നതിന് വേണ്ടി ചോദിക്കുന്ന ആളുകൾ മുഅല്ലിമുൽ ഖൈറാണ്, നന്മ പഠിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഫായിദയായി പറഞ്ഞതാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ് എങ്കിൽ പോലും മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് അത് ഉത്തരം ഈ പണ്ഡിതനിൽ നിന്നും കേൾക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ ഒരാൾക്ക് ചോദിക്കൽ ജായിസാണ്. കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയുന്ന മുഴുവൻ ചോദ്യങ്ങളാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ചോദിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാം ചോദിക്കുന്നത്. അദ്ദേഹമാണ് വഹിയുമായിട്ട് വരുന്നത്, അദ്ദേഹത്തിന് കാര്യം അറിയാം. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ്? സഹാബത്തിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ പഠിപ്പിച്ചത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യകർത്താവിലേക്ക് ചേർത്തി പറയുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നന്മകൾ ചോദിക്കുന്നവർ വലിയ മുഅല്ലിമുൽ ഖൈറാണ്, നന്മ പഠിപ്പിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതോടുകൂടി സഹോദരങ്ങൾ, ഈ ഹദീസിൻ്റെ ചെറിയ രൂപത്തിലുള്ള വിശദീകരണം അള്ളാഹുവിൻ്റെ സഹായത്താൽ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് ചിന്തിക്കാനും ഓർക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.